എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുറേ ആയി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇപ്പോൾ നമ്മളെ ഫാമിൽ കുറച്ച് നല്ല വെറൈറ്റി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പ്ലാന്റുകളൊക്കെ ഒന്ന് കണ്ടോളൂ. നല്ല വെറൈറ്റി പ്ലാന്റുകളാണ്. നല്ല പ്ലാന്റുകളിലൊക്കെ ഇത്ര വെറൈറ്റി ആയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. മിനിയേച്ചറാണ്. ഒന്ന് കണ്ടോളൂ. പ്ലാന്റുകളൊക്കെ പേരുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പേരുകളൊക്കെ ഉണ്ടല്ലേ. പൂക്കളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പൂക്കളൊക്കെ ഇതിൽ കൊടുക്കുക. ഇതാണ് പ്ലാന്റ്. കണ്ടില്ല നിങ്ങൾ? ഇങ്ങനെ ഒരുപാട് ഒരു 5 വെറൈറ്റികളുണ്ട് വന്നിട്ട്. 5 വെറൈറ്റികളും പേരുകളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒക്കെ ഭയങ്കര രസമുള്ള പൂക്കളാണ്. ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു ടൈപ്പ് പൂക്കളാണ്. വെറൈറ്റികളാണ്. വളരെ നല്ല വെറൈറ്റികളാണ്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നാൽ അറിയാൻ പറ്റും. ഞങ്ങളെ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഒരുപാട് പീസുകളൊന്നുമില്ല. വളരെ കുറച്ചുള്ളൂ. വെറൈറ്റികളായതുകൊണ്ട് നല്ല റേറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് പീസുകളൊന്നും വരാറില്ല. കുറച്ചുള്ളൂ. പ്ലാന്റുകളെ സൈസ് കണ്ടില്ലേ? മിനിയേച്ചറാണ്. ഇത് ഇത്രയേ ഉള്ളൂ വലിപ്പം ഉണ്ടാകും. അതൊക്കെ ബ്ലൂമിങ് ആയ പ്ലാന്റുകളാണ്. ബ്ലൂമിങ് സ്റ്റേജാണ് ഈ പ്ലാന്റുകൾ. ഉണ്ടല്ലേ? 4 or 5 കളറാണ് ഇതിലുള്ളത്. കാണിക്കാം. ഒരുപാട് നല്ല ഐറ്റം പ്ലാന്റുകളുണ്ട്. വെറൈറ്റികളുണ്ട്. കാറ്റ്ലിയിലൊക്കെ ഒരുപാട് വെറൈറ്റികളും വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോ ആണ് ചെയ്യണത്. ഒക്കെ പാടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഏതാണ് എന്താണ്. അപ്പോൾ ഇന്ന് കുറച്ചുള്ളൂ. ഈ വാൻഡൻ്റെ ആണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അടുത്ത വീഡിയോ വീണ്ടും ഇടാം. പ്ലാന്റുകൾ ചിലത് കുറച്ച് വലിപ്പമുണ്ട്, ചിലത് തീരെ വലിപ്പമല്ല. പക്ഷെ എല്ലാം ബ്ലൂമിങ് ആയ പ്ലാന്റുകളാണ്. തായ്ലാൻഡിൽ നിന്ന് വരുമ്പോൾ കണ്ടില്ല നിങ്ങൾ? ഇതിൻ്റെ വേരുകളൊക്കെ കണ്ടില്ല? നല്ല ഹെൽത്തി ആയിരിക്കും. നല്ല പച്ചപ്പായിട്ടായിരിക്കും വന്നിട്ടുള്ളത്. ഇനി ഇത് നമ്മളവിടെ എത്തി കുറച്ച് ഇതിൻ്റെ കാറ്റും ഇതൊക്കെ തട്ടി കഴിയുമ്പോഴേക്കിന് ഇത് ഒക്കെ ചുങ്ങി ഈ വന്ന ഇതൊക്കെ ഈ വേരുകളൊക്കെ ചുങ്ങി എന്തോ ആയിപ്പോവും. പിന്നെ അടുത്തത് നമ്മളവിടെ വെച്ച് നമ്മളെ കാലാവസ്ഥക്ക് അനുസരിച്ച് ഇതേപോലെ നല്ല ആരോഗ്യമല്ലേ, നല്ല വാട്ടറും പിന്നെ വളമിയൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് നമ്മളവിടുത്തെ കാലാവസ്ഥക്ക് അനുസരിച്ച് വീണ്ടും വേരുകളൊക്കെ വരും. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളൂ. ഇത് ഇന്നലെ എത്തിയിട്ടുള്ളൂ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ കണ്ടില്ലാണ്ടില്ല, എല്ലാറ്റിനും നല്ല വേരുകളാണ്. ഇനി ഇതിപ്പോൾ ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൻ്റെ വേരുകളൊക്കെ ചുങ്ങിയാണ്ടില്ലേ, ചുങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല വാൻഡൻ്റേത്. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടില്ല, വീണ്ടും നല്ല വേരുകൾ വരും. കണ്ടില്ല വാൻഡകൾ? ഈ വാൻഡയ്ക്ക് എന്താണ് പറയുക, ഇത് വുഡിൽ ഇപ്പോൾ ഇത് ചെറിയ മിനിയേച്ചർ വാൻഡകളാണല്ലോ. അപ്പോൾ വുഡിൽ നല്ല കുറച്ച് വലിയൊരു തടിമങ്ങൾ ഇതിങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വുഡിൽ ഇതിൻ്റെ വേരുകളും പിടിക്കും. അപ്പോൾ ഒരു പ്ലാന്റൊക്കെ എടുക്കുകയാണെങ്കിൽ 2 പ്ലാന്റൊക്കെ ഒരേ ടൈപ്പിലുള്ളത് ഒരേ ഫ്ലവറിലുള്ളതൊക്കെ വെച്ചിട്ട് മൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. ചെറിയ പ്ലാന്റുകളല്ല, നല്ല ഭംഗി ഉണ്ടാവും, നല്ല വൃത്തിയായിട്ട് നിൽക്കും. ചട്ടിയിലാണെങ്കിലും 2 എണ്ണം വെച്ചിട്ട് പോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഒന്നൊക്കെ പോട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടല്ലേ കണ്ടില്ലേ? അതേപോലെ ഇതിന് മുമ്പ് അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ചട്ടിയിൽ 2 പ്ലാന്റ് ഒന്നിച്ച് വെച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടല്ലേ? ഞാൻ ഇതിൻ്റെ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് കരിയും പിന്നെ ഓടും പീസും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് ചട്ടിയിൽ ഇതേപോലെ ഇങ്ങനെ 2 പ്ലാന്റ് നടുവിലൊരു പിന്നെ ഒരു PVC പൈപ്പിൻ്റെ ഒരു ചെറിയൊരു കോയിലും വെച്ചിട്ട് ഇങ്ങനെ ആകുമ്പോൾ കെട്ടിയിട്ട് ഇങ്ങനെ ഈ പ്ലാന്റ് ഇങ്ങനെ വെച്ചാൽ ഫ്ലവർ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. വേരൊക്കെ ഒന്നിങ്ങനെ വേരൊന്ന് ഉള്ളിക്കാക്കി വെക്കണം. ഇങ്ങനെ പുറത്തേക്ക് തന്നെ നിന്നോട്ടെ. പ്ലാന്റിൻ്റെ വേരൊക്കെ പുറത്തേക്കാണ് വരിക, ഉള്ളിൽ താഴോട്ടല്ല പോവുക. അപ്പോൾ ഇല്ല വേരിപ്പോൾ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ അതേപോലെ ഇങ്ങനെ പുറത്തേക്ക് ആക്കിയിട്ട് ഉണ്ടല്ലേ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ആ PVC പൈപ്പും അതിങ്ങനെ വെച്ച് കെട്ടി കൊടുത്താൽ മതി. നല്ല ഭംഗിയായിരിക്കും എവിടെ സെറ്റ് ചെയ്ത് വെച്ചാലും. വാൻ്റൊക്കെ ഒരുപാട് വെയിലും തട്ടാൻ പാടില്ല. ഇലകളൊക്കെ ഡാമേജ് വരും. എപ്പോഴും ഇലയൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ അതിന് കൂടുതൽ വെയിൽ തട്ടാത്തുന്ന ഒരു 11 മണി വരെ വെയിൽ തട്ടണം ഓർക്കിഡിനൊക്കെ. പിന്നെ നല്ല വെയിലുകൾ തട്ടി പ്ലാന്റൊക്കെ ചീത്തവും. പിന്നെ ആ പ്ലാന്റ് ശരിയായി കിട്ടില്ല. വാൻഡൻ്റെ പ്രത്യേകത അതാണ്. എന്താ പറയുക, ലീഫ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വാൻഡയ്ക്ക് ആ ലീഫ് അവിടെ വരുന്നില്ലല്ലോ, കൊമ്പുകളും വരുന്നില്ലല്ലോ. അപ്പം
അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരു 11 മണി വരെ ആ ലൈറ്റ് വെയിൽ തട്ടണം എവിടെ വെച്ചാൽ അത് പ്ലാന്റ് ചെയ്ത് പോട്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നല്ല ഫ്ലവറും കിട്ടും. വെയിൽ തീരെ കിട്ടിയിട്ടില്ലെങ്കിലും ഫ്ലവറൊക്കെ വരാൻ താമസമായിരിക്കും. അപ്പോൾ കാലാവസ്ഥ നന്നായിട്ടുണ്ടെങ്കിൽ ഓർക്കിഡിന് ഒന്നും അടിച്ചു കൊടുക്കണം തന്നെ അല്ല, കാലാവസ്ഥയാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. പിന്നെ അടുത്ത ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട്. അടുത്ത വെറൈറ്റി ആയിട്ട് ഞാൻ വീണ്ടും വരാം. വെറൈറ്റി ഞാൻ വിട്ടുപോയതാണ്. രണേന്ദ്രൻ്റെ ഒരു വെറൈറ്റിയാണ്. എന്താ ഭംഗി ഇതിൻ്റെ പൂ കാണാനും അറിയാം. രണേന്ദ്ര എന്ന് പറഞ്ഞ പ്ലാന്റ് ഭയങ്കര പ്ലാന്റ് ആണല്ലോ, പക്ഷെ ഇതതിൻ്റെ മിനിയേച്ചർ. ഞാൻ ആ ഫാം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് കാണുന്നത്. ഇതിൻ്റെ ഫ്ലവറും അങ്ങനെ തന്നെയാണ്, ഭയങ്കര ഭംഗി ഫ്ലവർ കാണാനുണ്ടല്ലേ. രണേന്ദ്ര എന്നല്ല നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അതിൻ്റെ ഓറഞ്ച് കളർ ഭയങ്കര ഭംഗി പൂ കാണാനും. ഫ്ലവർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് ഉള്ളത്, കണ്ടോളൂ. ഇതൊക്കെ എന്താ വളരെ കുറച്ച് പ്ലാന്റുകളുള്ള വെറൈറ്റി വരുമ്പോൾ അങ്ങനെ കൂടുതൽ പ്ലാന്റുകളൊന്നും കിട്ടില്ല. റേറ്റ് ഇല്ലതായതുകൊണ്ടേ കൂടുതലൊന്നും ഇറങ്ങില്ല പ്ലാന്റുകൾ. അപ്പോൾ വളരെ കുറച്ചുള്ളൂ ഉണ്ടാവുക. അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്ട് പെട്ടെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണവർക്ക് കിട്ടും. ഇതൊക്കെ 2 പ്ലാന്റ് വെച്ച് പോട്ട് ചെയ്യണം. ഇതിൻ്റെ ഫ്ലവർ നിങ്ങളൊന്ന് കാണും. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്.